എന്താണ് ഇനി ഉള്ള കാലത്ത് SEO? SEOയുടെ ഒരു പുതിയ ഡെഫിനിഷൻ എന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്നത് SEO എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്കറിയാം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇപ്പോൾ സയൻറ്റിഫിക്കലി നമുക്കിപ്പോൾ നിലവിൽ AI സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജനറേറ്റീവ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതും നിലവിലുള്ള ട്രഡീഷണൽ SEO വർക്ക് ചെയ്യുന്നതും ഇതിൻ്റെ എല്ലാം ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. അതായത് ആളുകൾ എവിടെയെല്ലാം സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെയെല്ലാം നമ്മളുടെ കണ്ടന്റ് വിസിബിൾ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ഡെഫിനേഷൻ അതിന് സയൻറ്റിഫിക്കായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റും. അതുമാത്രമല്ല അതിൻ്റെ പ്രോസസ്സിന് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പറയുമ്പോൾ മറ്റ് പല കാര്യങ്ങളും കൂടെ ഒക്കെ പറയേണ്ടി വരും. അതായത് റെലവൻസ് എഞ്ചിനീയറിങ്, വിസിബിലിറ്റി എഞ്ചിനീയറിങ് എന്നൊക്കെ രീതിയിലേക്ക് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നമുക്ക് ശരിക്കും പറയുന്നതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് ഇപ്പോൾ ഗൂഗിളിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെഡിറ്റിനകത്ത് ആളുകൾ സെർച്ച് ചെയ്യാറുണ്ട്. അതൊരു മിനി സെർച്ച് എഞ്ചിൻ പോലെ അത് വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആളുകൾ കുറേ ഫോറങ്ങളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഒരു വലിയ സെർച്ച് എഞ്ചിനാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ്. അതിനകത്ത് സെർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ഫീച്ചേഴ്സ് വരാനായിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാം. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയാണോ നമ്മളുടെ കസ്റ്റമേഴ്സ് ഉള്ളത് ആ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൻ്റെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആളുകൾ അവർ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നത്, ഞാൻ വലിയ ടേംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന വെച്ചാൽ അവരെവിടെ നിന്നൊക്കെയാണോ ഈ കണ്ടന്റ് വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ കണ്ടന്റുകൾ വായിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാം. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ AI സെർച്ച് എഞ്ചിനൊക്കെ വന്നപ്പോഴേക്ക് സെർച്ചിൻ്റെ രീതിയും കുറേ മാറിയിട്ടുണ്ട്. അതായത് മൾട്ടി മോഡൽ സെർച്ച് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഒരു പ്രോബ്ലം ആയിട്ട് ആണ് ഈ AI സെർച്ച് എഞ്ചിൻ കാണുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതിന് ഒരു സ്ഥലത്ത് മാത്രമല്ല അത് സെർച്ച് ചെയ്യുന്നത്, അത് മൾട്ടി മോഡൽ സെർച്ച് എന്നുള്ള രീതിയിലേക്ക് പോകും. അതായത് ഇതിനെ പറ്റിയിട്ട് ഏതെങ്കിലും വീഡിയോകളിൽ, പോഡ്കാസ്റ്റുകളിൽ, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോകളിൽ, ഫോറങ്ങളിൽ, വെബ്സൈറ്റുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈവൻ കമൻറ്റുകളിൽ, യൂസർ ജനറേറ്റഡ് കണ്ടന്റുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. ആ നോക്കിയതിന് ശേഷം ഇതിനെ ഈ പറഞ്ഞ പോലെ സിന്തസൈസ് ചെയ്തിട്ടാണ് ഒരു ആൻസർ ജനറേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മളൊരു പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും? ഈ സെർച്ചിനെ അല്ലെങ്കിൽ ഈ സെർച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് നമ്മുടെ കണ്ടന്റ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിനൊരു സയൻറ്റിഫിക് ആയിട്ടൊരു ഡെഫിനിഷൻ ആയിട്ട് നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റുന്നത്.